മേലാൽ ആ ചോദ്യങ്ങൾ ചോദിക്കണ്ട. നമുക്ക് വെറുതെ കുശലം പറയാം, സൗഹൃദം പങ്കിടാൻ പോകാം. അല്ലാതെ ഇയാൾക്ക് എൻ്റെ കുടുംബത്തിലും എൻ്റെ മക്കളുടെ കാര്യത്തിലും ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല. ഇയാൾ എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഭരതനകത്ത് ഞാൻ അത്ഭുതമൊന്നും കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരത്ഭുതവും കാണിച്ചിട്ടില്ല. ഏറമ്മന് പ്രിവ്യൂവിന് വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അവരെന്നെ പ്രിവ്യൂവിന് വിളിച്ചില്ല. നടൻ എന്ന നിലയിൽ സിനിമയിൽ അറിയപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഉയർത്തപ്പെട്ടിട്ടുള്ളതും എല്ലാ നാടകക്കാരും. പരക ശ്രീധരനായാലും പോലും ഇങ്ങോട്ട് നോക്കിയാൽ ഏറ്റവും അവസാനം വന്ന് നിൽക്കുന്നത് മുരളിച്ചേട്ടൻ പറയുള്ളൂ, നാടകക്കാരാണ്. അപ്പോൾ ഞാനും വിഷ്ണുവും തമ്മിൽ ഇത്രയും രസകരമായിട്ട് സംസാരിക്കുമ്പോഴും ഇടയ്ക്ക് അതിനകത്തൊരു മുറിപ്പെടൽ ഉണ്ടായാൽ വളരെ കർക്കശനായിപ്പോയി. ഞാൻ അത് അറിയാതെ എനിക്ക് വന്നു പോകുന്നതാണ്. അതിൻ്റെ കോൺസിക്വൻസ് പിന്നെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ സർവീസിലും എൻ്റെ ഇത് മുഴുവൻ കിട്ടിയിട്ടില്ല, DC മുഴുവൻ കിട്ടിയിട്ടില്ല. ആ ലീവാണ് ഇപ്പോഴും കിടന്ന് അടിക്കുന്നത്. സിനിമയിൽ ഒരു പെർഫോമർ എന്നുള്ള നിലയിൽ ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും എനിക്ക് വലിയ സംശയം. ഭരതൻ്റെ ഷൂട്ടിനിടയ്ക്ക് ഷൂട്ടില്ലാത്ത ഒരു ദിവസം സിഗരറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പുറത്തോട്ട് പോയി വണ്ടി എടുത്തു. ഇദ്ദേഹം എതിരെ ഓപ്പോസിറ്റ് വരികയാണ്, ജ്യോതിർമയുണ്ട്. കൈ കാണിച്ച് വണ്ടി എടുത്ത് എവിടെ പോകുന്നു? ഞാൻ സിഗരറ്റ് വാങ്ങി ഇറങ്ങി. റിസോർട്ടിൽ ഇരുന്നാൽ മതി, സിഗരറ്റ് അവിടെ എത്തും, ഏതാണെന്ന് പറഞ്ഞാൽ മതി. അല്ല, ഇപ്പോഴും എന്നെ ഇതിൻ്റെ ഈ അപ്രപാളികൾ എന്നെ മോഹിപ്പിക്കുകയും കൊതിപ്പിക്കുകയൊന്നുമില്ല, ചെയ്യുന്നില്ല. എന്നെ എഴുത്തുകൂത്തിൽ മാത്രമേ ഞാൻ നിസ്താർ അഹമ്മദ് സേട്ടെന്ന് ഉപയോഗിച്ചു. എൻ്റെ ആ കാര്യത്തിലുള്ള നാടക നോട്ടീസുകളെല്ലാം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. നിസ്താർ എന്ന് മാത്രമേ ഉള്ളൂ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. നടൻ നിസ്താറാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഞാൻ അതിൻ്റെ ഉള്ള അനുബന്ധ പദം പറയുന്നില്ല. അതിലൊരു രാഷ്ട്രീയം ഉണ്ടെന്ന് ഞാൻ ഈ അടുത്തൊരു പ്രസംഗം കേട്ടപ്പോൾ മനസ്സിലായി. നിസ്താർ സേറ്റ് എന്ന് പറയുന്നതിലുള്ള ഒരു അപകടം മനസ്സിലാക്കിയിട്ട് ഞാനിപ്പോൾ നിസ്താർ എന്ന് മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിനൊരു മറുപടി ഞാൻ പറഞ്ഞിട്ട് വിഷ്ണു മുന്നോട്ട് പോകാം. അതായത് എൻ്റെ മുഴുവൻ പേരും നിസ്താർ അഹമ്മദ് സേട്ട് എന്നാണ്. നമുക്ക് യൗവനത്തിൽ നമുക്ക് വിപ്ലവം കൂടുന്നു. നമ്മൾ പലതും നിഷേധിക്കും, പലതും നമ്മൾ വേണ്ടാന്ന് വെക്കും. അച്ചടക്കത്തിൽ നിന്ന് മാറി നടക്കുന്ന ഒരു കാലം. എഴുത്തുകൂത്തിൽ മാത്രമേ ഞാൻ നിസ്താർ അഹമ്മദ് സേട്ട് എന്ന് ഉപയോഗിച്ചു. എൻ്റെ ആ കാര്യത്തിലുള്ള നാടക നോട്ടീസുകളെല്ലാം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. നിസ്താർ എന്ന് മാത്രമേ ഉള്ളൂ. സർവീസിൽ നമുക്ക് പേരെഴുതി വെക്കേണ്ടെന്ന് ഘട്ടം വരുമ്പോഴത്തേക്ക് ബോർഡ് വെക്കണം. ടേബിളിൻ്റെ പുറത്തും വെക്കണം, ഔട്ട്ഡോറിൻ്റെ പുറത്തും വെക്കണം. അപ്പോൾ എനിക്ക് അച്ഛനെ ബഹുമാനിച്ചേ പറ്റും. അപ്പോൾ ഞാൻ നിസ്താർ എന്ന് പറഞ്ഞ് വെച്ചു. ഈ നിസ്താർ സേട്ട് ഇതിനടുത്ത് ഞാനായിട്ട് കൂട്ടിച്ചേർത്തതല്ല. ആദ്യകാലത്ത് ആരോ ഒക്കെ അഹമ്മദ് ചേർത്ത്, ചേട്ടാ നിസ്താർ ഒരു ബലമില്ല, അഹമ്മദോട് ചേർത്തോട്ട് ഞാൻ ആയിക്കോട്ടെ. പിന്നെ ആരോ ഒരു കക്ഷി എനിക്കിങ്ങനെ പൊറിഞ്ചു ചെയ്യുന്ന കാലത്താണ്, പൊറിഞ്ചു ചെയ്യുന്ന സമയത്ത് എൻ്റെ കൺട്രോളർ മരിച്ചു പോയത് എൻ്റെ ഡിസ്റ്റന്റ് റിലേറ്റീവാണ് കക്ഷി. അദ്ദേഹമാണ് ഇതിനകത്ത് സേട്ട് കൂട്ടിച്ചേർത്ത്. ഇതിപ്പം ഇതിൽ നിന്നൊന്നും എടുത്ത് കളയാൻ പറ്റാതെ ഇത് ഒരുപാട് സ്ഥലത്ത് പതിഞ്ഞു പോയത്. അതുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എൻ്റെ പേര് നിസ്താർ എന്നാണ്. മറ്റ് കൂട്ടിച്ചേർക്കലൊന്നും ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, അതെനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. പിന്നെ ആരെന്ത് ഉപയോഗിച്ചാലും വാക്കുകൾ ഉപയോഗിക്കുമ്പോഴേ അതിങ്ങനെ തൊട്ടാണല്ലോ പോകുന്നത്. പണ്ടുണ്ടായിരുന്നു അങ്ങനത്തെ നടന്മാരുണ്ടായിരുന്നു, നമുക്ക് ഒരേ വാക്കും വരിയും കൃത്യമായി നമുക്ക് മനസ്സിലാവുമായിരുന്നു. പിന്നെ അത് എവിടെയോ ഈ സ്വാഭാവികത ഒഴുക്കിലൊക്കെ അത് നഷ്ടപ്പെട്ടു പോയി. പിന്നെ വ്യക്തതയില്ലാത്ത ഇത് പറയുന്നത് ട്രെൻഡായ സമയം ഉണ്ടായിരുന്നു. പക്ഷേ സാർ ഇപ്പം സംസാരിക്കുമ്പോഴും എല്ലാ വാക്കുകളും കേൾക്കാം. ഇപ്പം ഞാനത് ആദ്യം ശ്രദ്ധിക്കുന്നത്, നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ എൻ്റെ പേരെന്താന്നാ പറഞ്ഞത്, ഇസ്മു, അത് താൻ പറയണം കേട്ടോ. വെച്ചാൽ എല്ലാത്തിനും അവസാനം ഒരു പോസ്. അപ്പം ഇത് തിയേറ്ററിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരേണ്ടതായിരിക്കും ഒരു പക്ഷേ ഈ ബലം കൊടുക്കലേ, ഈ ആ ഒരു ദൃഢത, അത് ഫോഴ്സ് ചെയ്യണതാണ്. ഉള്ളിൽ നിന്നൊരു ഫോഴ്സ് ഉണ്ടോ, കൊടുക്കുന്നുണ്ടോ? നാടകവും സിനിമയും തമ്മിൽ വേർതിരിക്കുന്നത് കാഴ്ചയുടെ അകലം വെച്ചിട്ടാണ്. തിയേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് കാഴ്ചയുടെ അകലം കൂടുതലാണ്. ഒരു 15-20 മീറ്റർ മുതൽ കാഴ്ച വരികയാണ്. അതൊരു 5 മീറ്ററിൻ്റെ അടുത്ത് സ്റ്റേജിൽ വന്ന് തീരുന്നു, അതിനപ്പുറമാണ് കാഴ്ച കാണുന്നത്. സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഒറ്റ കാഴ്ചയാണ്, ഏറ്റവും അടുത്തുള്ള ഒരു കാഴ്ച, ഒറ്റ കാഴ്ചയേ ഉള്ളൂ, ക്യാമറയുടെ ഒരു കാഴ്ച മാത്രമേ ഉള്ളൂ. നമ്മളിത് തിയേറ്റർ പഠിക്കുന്ന കാലത്ത് നമ്മളെ പഠിക്കുന്നതായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു വികാരം അല്ലെങ്കിൽ ഒരു സന്ദർഭം ആളുകളിലേക്ക് എത്താൻ സ്റ്റേജിൽ അധികം സ്ഥലം നമ്മൾ സ്പേസ് ഉപയോഗിക്കണം. കൈയാണെങ്കിലും കാലാണെങ്കിലും കണ്ണാണെങ്കിലും മറ്റവയവങ്ങളാണെങ്കിലും അനങ്ങുന്നത് എല്ലാം ഏറ്റവും വലുതാക്കി കാണിച്ചാൽ മാത്രമേ ആളുകൾക്ക് ആ വികാരം ആളുകളിലേക്ക് എത്തത്തുള്ളൂ. സിനിമയ്ക്ക് അത് വേണ്ട. സിനിമയ്ക്ക് ആ ഒരു ഇതിനകത്തുള്ളൊരു കണ്ണിൻ്റെ ചെറിയ അനക്കങ്ങളൊക്കെ മതി. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത്, നാടകക്കാരൻ സിനിമയിൽ പരാജയപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ഷേപം പണ്ട് മുതലേ ഉണ്ട്. എന്നാൽ ഞാൻ ചിലതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നടൻ എന്ന നിലയിൽ സിനിമയിൽ
അറിയപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഉയർത്തപ്പെട്ടിട്ടുള്ളതും എല്ലാം നാടകക്കാരാണ്. കൊട്ടാരക്കര ശ്രീധരൻ നായർ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഏറ്റവും അവസാനം വന്ന് നിൽക്കുന്നത് മുരളിച്ചേട്ടൻ വരെയുള്ളവർ നാടകക്കാരാണ്. പക്ഷേ ഒരു അമിതാഭിനയത്തിന്റെ ഒരു അധികം ഈ നാടകക്കാരിലുണ്ട്. അത് നിയന്ത്രിക്കപ്പെടാൻ പറ്റിയാൽ സിനിമയിൽ അയാൾ സക്സസ് ആണ്. അത് നിയന്ത്രിക്കപ്പെട്ടില്ല എങ്കിൽ അയാൾ പരാജയമായിരിക്കും. അതുകൊണ്ടാണ് ചില ഡയറക്ടേഴ്സ് അയാൾ നാടകക്കാരനാണ് മറ്റേത് എന്ന് പറയുന്നത്. അതിൻ്റെ രണ്ടിൻ്റെയും തിരിച്ചറിവില്ലായ്മയാണ് എൻ്റെ പ്രശ്നം. അതിൽ നിന്ന് എനിക്ക് ശീലമായതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഈ പറഞ്ഞ അവസാനത്തെ ആളിലേക്ക് എത്തണമെങ്കിലും അതിന് സ്ഫുടത വേണം. വർത്തമാനത്തിലെ സ്ഫുടത വേണം. അത് ശീലമായി പോയതാണ്. സിനിമയ്ക്ക് അത് വേണ്ടാത്തരത്ത് മാറ്റിയിട്ടുണ്ടേ. ഇപ്പം മോഹിനിയാട്ടത്തിൽ അത് മാറിയിട്ടുണ്ട്. അത്രയും സ്ഫുടമായിട്ടൊന്നുമില്ല സംസാരിക്കുന്നത്. അല്ലെങ്കിൽ പാലക്കാട് സ്ലാങ് പറയുന്ന മനോഹരം, അതിനകത്തും സ്ഫുടമായിട്ടൊന്നുമല്ല സംസാരിക്കുന്നത്. പക്ഷേ സ്ഫുടത ഒരു 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 ഘട്ടം വരെ ആവശ്യമാണ്. സിനിമയിലാണെങ്കിലും നാടകത്തിലാണെങ്കിലും ആശയം വ്യക്തമാക്കിയല്ലേ പറ്റൂ. അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കേൾവിയിൽ എത്തിപ്പെട്ടല്ലേ പറ്റൂ. വാക്കുകളും അക്ഷരങ്ങളും വേണ്ടതാണ്. വേണ്ടത്ര നമുക്കത് ഉപേക്ഷിക്കാനും പറ്റും. ഈ മലയാളിയുടെ കാഴ്ചശീലമായിട്ട് ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്ന ഒരു സമയം, അതായത് എന്റർടൈൻമെന്റിന്റെ ഒരു സോഴ്സ് സിനിമ ഡെഫിനറ്റ്ലി ഉണ്ട്. നല്ല സിനിമ അന്നും കുറച്ച് പൈസ ആവശ്യപ്പെടുന്ന ഒരു ഔട്ടിംഗ് ആയിരുന്നല്ലോ. അവിടെ ദൂരദർശൻ ഉണ്ടായിരുന്നു. അവിടെ ഒരു പ്രധാനപ്പെട്ട സീരിയലായി എത്തുന്നു. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ സംസ്കാരത്തിൽ ഇഴചേർന്ന നാരായണത്ത് ഭ്രാന്തനെ അവതരിപ്പിച്ചതിന് ശേഷമുള്ള 15 വർഷങ്ങൾ എന്തിനൊളിവിൽ പോയി? ഞാനിത് എല്ലാം ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ്. ഒരുപാട് പേര് ഒളിവിൽ പോയതല്ല, ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളത്. ദൃശ്യത്തിന്റെ ഈ പറഞ്ഞ ഈ ആളുകൾ കാണിക്കുന്ന TV കൊമേഴ്ഷ്യൽസിന്റെ ഒന്നും സാധ്യതയിലേക്ക് അത് അങ്ങനെ കൊതിപ്പിച്ചില്ലേ? എന്താ അതിന്റെ രഹസ്യം? അല്ല ഇപ്പോഴും എന്നെ ഇതിന്റെ ഈ അപ്രപാളികൾ എന്നെ മോഹിപ്പിക്കുകയും കൊതിപ്പിക്കുകയൊന്നുമില്ല, ചെയ്യുന്നില്ല എന്നെ. അത് അന്നുമില്ല ഇന്നുമില്ല, കലതുമില്ല ഇക്കാലത്തില്ല. ഇപ്പൊ പിന്നെ ഇതിനകത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്നതെന്ന് ഇത് തന്നെയാണ് എന്റെ പ്രശ്നം. ഈ ഞാനതിന് തമാശയായിട്ട് പറയാറുണ്ട്, ഈ സിനിമയില്ലെങ്കിൽ സർക്കാർ കഞ്ഞിക്കും ചമ്മന്തിക്കുള്ള തരും. ചെറുപയർ പയറുതോരനും പപ്പടമൊക്കെ ആർഭാടമാണ്, നമുക്കത് വേണമെന്നില്ല. പിന്നെ ഉണ്ടെങ്കിൽ മക്കൾ 2 നേരം ചിക്കൻ ബിരിയാണി കഴിക്കും, ആഴ്ചയിൽ 2 ദിവസം ചിക്കൻ ബിരിയാണി കഴിക്കും. ഇത് തന്നെയായിരുന്നു, ഇതിന്ന് മാറി നിന്നതല്ല. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മാറ്റി നിർത്തപ്പെട്ടതോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ആണ് എൻ്റെ കാരണം. എൻ്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജോലിയും കുടുംബവുമായിട്ട് അതിനെ ഇങ്ങനെ ഭംഗിയായിട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു വല്ലാത്തൊരു ബാലൻസിങ്ങിലായിരുന്നു. ആയിരുന്നായിരുന്നു. കാരണം അത് ഒരു ചെറിയ ഒരു തെറ്റിൽ വന്നു പോയാൽ അത് മൊത്തം പൊളിഞ്ഞു വീഴുന്നത്. വളരെ കട്ടപ്പെട്ട് അടുക്കി കൊണ്ടുവന്നു. ഈ ഒറ്റ മുറി വാടക വീട്ടിൽ നിന്ന് ഉള്ള ഒരു അടുക്കി പറക്കലുണ്ടായിരുന്നു. അപ്പം ഈ സിനിമ വന്നിട്ടുണ്ട് അക്കാലത്ത്. 2000 മുതൽ ആ കാലത്ത് 2-3 സിനിമ വന്നിട്ടുണ്ട്. ഒരു സിനിമ ഞാൻ എറണാകുളത്ത് വരികയും ഡയറക്ടറുമായിട്ട് നേരിട്ട് സംസാരിക്കുകയും ഡയറക്ടർ എനിക്ക് കൺവെൻസ് വരെ കവറിട്ട് റിസപ്ഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നെ യാത്ര പടി. പക്ഷെ എന്തുകൊണ്ടോ ചില സമയങ്ങളിലൊക്കെ ചില വിളികളൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ഇത്തിരി തിരക്കിലാണ് എന്നൊക്കെ പറയേണ്ടി വന്നതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. അതിൽ നിന്ന് മാറി പോകാൻ കാണും. സീരിയൽ പിന്നെ എന്നെ പണ്ടും ഇല്ല ഇപ്പോഴും അങ്ങനെ മോഹിപ്പിച്ചിട്ടില്ല. അതിനകത്ത് ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യാനില്ല. ഉടുപ്പ് മാറുക എന്നുള്ളത് കവിഞ്ഞ് അല്ലെങ്കിൽ വേഷം മാറുക എന്നുള്ളത് കവിഞ്ഞ് ഒരു ആക്ടറെ സംബന്ധിച്ച് അത് ഒന്നുമല്ല. പിന്നെ ഇപ്പോഴും അത്യാവശ്യം സുഹൃത്തുക്കൾ നിർബന്ധിച്ച് പോയി ചെയ്യുന്നതുണ്ട്. അതും കാശ് തരികയാണെങ്കിൽ മാത്രം. നമ്മൾ തിയേറ്റർ ചെയ്യുമ്പോഴത്തേക്ക് അതല്ല, നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ടാണ് പോകുന്നത്, ഇങ്ങോട്ടൊന്നുമില്ല. ഇപ്പോഴും കാശ് കിട്ടുകയാണെങ്കിൽ ചെയ്യാം. അല്ലാതൊരു അക്കാലം സീരിയൽ വരുന്നുണ്ടായിരുന്നു, നിരന്തരം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഒന്ന് ഇത് രണ്ടിനും വേണ്ടി മാറ്റി വയ്ക്കാനുള്ളൊരു സമയമില്ല. മറ്റേടത്ത് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ കഠിന പ്രയത്നം ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ വല്ല സസ്പെൻഷനോ വിജിലൻസ് കേസോ ഒക്കെ ആയിട്ട് പാതി പഠിക്കാതെ കളയേണ്ടി വരും. അപ്പം അത് വേണ്ട. ഏതെങ്കിലും പിള്ളേരൊന്ന് ഉറയ്ക്കുന്നവരെ ഇതുകൊണ്ട് നടന്നേ പറ്റൂ. അങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്നാണ് അതിൻ്റെ പുറകെ പോകാത്തത്. അധികം അഭിമുഖങ്ങൾ കൊടുക്കാത്തത് കൊണ്ടായിരിക്കും ഈ രസികൻ സ്വഭാവം ഒന്നും പുറത്തേക്ക് അങ്ങനെ വന്നിട്ടുമില്ല. അതായത് ഭയങ്കര കടുപ്പക്കാരനായ ഒരു കർക്കശമുള്ള ഒരു മനുഷ്യനായിട്ടാ സത്യമായിട്ടും ഒരു പച്ചാളുകളെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ? കർക്കശ്യം എന്റെ ക്യാരക്ടറിൽ ഉള്ളതാണ്. അത് ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല ഞാൻ. പക്ഷെ ഞാൻ കർക്കശനല്ല. ഞാൻ അത്യാവശ്യം ഈ ചില ആ തമാശ പറയുന്ന അല്ല, എന്റെ സുഹൃത്തുക്കൾ പറയാറുണ്ട്, ഇയാള് നന്നായിട്ട് തമാശ പറയുകയും തമാശ ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരാള്, ഇയാളെ എങ്ങനെ കർക്കശക്കാരനാണെന്ന് പറയുന്നു. പക്ഷെ ആ ചില സന്ദർഭങ്ങളിൽ കർക്കശം വന്നു പോകും, അറിയാതെ. ഇപ്പൊ ഞാനും വിഷ്ണുവും തമ്മിൽ ഇത്രയും രസകരമായിട്ട് സംസാരിക്കുമ്പോഴും ഇടയ്ക്ക് അതിനകത്തൊരു മുറിപ്പെടൽ ഉണ്ടായാൽ വളരെ കർക്കശനായി പോകും. ഞാൻ അതറിയാതെ എനിക്ക് വന്നു പോകുന്നതാണ്. ഒരു കക്ഷി അയാള് ന്യൂസിലൻഡിൽ നിന്ന് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അയാള് വളരെ പേടിച്ചിട്ട് എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു. ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ്. അയാളുടെ നമ്പർ ഒന്ന് വേണം, അയാളൊന്ന് എങ്ങനെയാണ് അയാളൊന്ന് കോണ്ടാക്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇയാൾ പറഞ്ഞാൽ ഇയാൾ വിളി നമ്പർ എന്തിനാണ് നമ്പർ കൊടുത്തത്.
ആദ്യ വിളി വരുന്നത് വളരെ പേടിച്ചിട്ടാണ്. ചേട്ടാ എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കാനാണ്. ഞാൻ പറഞ്ഞോ എന്ന് പറഞ്ഞിങ്ങനെ വളരെ രസകരമായി. അയാളിപ്പം മിക്കവാറും ആഴ്ചയിൽ 2 ദിവസം എന്നെ വിളിക്കുവേ. ആഴ്ചയിൽ 2 ദിവസം വിളിക്കുന്നത് ഒരു ബന്ധമില്ലാത്ത രാഷ്ട്രീയം സംസാരിക്കും, മതം സംസാരിക്കും, സകല വിഷയങ്ങളും സംസാരിക്കും. 2 ദിവസം വിളിക്കുന്ന അയാൾ എൻ്റെ അടുത്ത് ഇപ്പം പറയുന്നത് ഏറ്റവും നല്ല എൻ്റെ ടെലിഫോൺ അല്ലെങ്കിൽ മൊബൈൽ സുഹൃത്തെന്ന് പറഞ്ഞപ്പോൾ ചേട്ടനാണ്. അപ്പം അത് ചിലയിടത്ത് അത് വേണ്ടിയിടത്തുണ്ട്. അത് അങ്ങനെ ഒരു കർക്കശക്കാരനൊന്നും അല്ല ഞാൻ. ഈ ഒരു ദിവസത്തെ കളി ഞാൻ തിയേറ്ററിലാണ് കണ്ടത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ സനൽകുമാർ ശശിധരൻ്റെ ഏറ്റവും അധികം ഓടിയ സിനിമയും ഒരു ദിവസത്തെ കളിയായിരിക്കും. അത് തന്നൊരു വിസിബിലിറ്റി, അത് തന്നൊരു സാധ്യതകൾ, അതാണ് ഇപ്പോൾ വരെ ഓടാനുള്ള ഇന്ധനം സത്യം പറഞ്ഞാൽ. തീർച്ചയായിട്ടും ഒരു എൻട്രിയാണ്, അത് സിനിമയിലേക്കുള്ള എൻട്രിയാണ്. അതിന് മുന്നേ വന്ന ഈ പല സിനിമകളിലെ എൻട്രിയും പലപ്പോഴും ഞാനായിട്ടും അല്ലെങ്കിൽ എൻ്റെ പിന്നെ സഹകരണം ഇല്ലാത്തത് കൊണ്ടൊക്കെ പോയി. ഒഴിവസ് കളി വരുമ്പോഴേക്കും നമ്മുടെ മനസ്സ് പറയത്തില്ലേ ഇത് അങ്ങനെ വരുന്നൊരു സിനിമയാണ്, ഇത് കളയരുതേ എന്ന് പറയുന്നൊരു. ആദ്യ കൂടിക്കാഴ്ചയിൽ സല്ലിങ്ങനെ ഈ സബ്ജക്റ്റ് പറയുന്നു. സല്ലിൻ്റെ DOP ഉണ്ട് ഇതിലേക്ക്. സല്ല് പറഞ്ഞ ഒരു വാചകത്തിൽ നിന്നാണ് ഞാൻ ആ സിനിമയിൽ എത്തിപ്പെടുന്നത്. ചേട്ടാ ഒരു 15 ദിവസം ലീവ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം. ഇപ്പോഴാണെങ്കിൽ ഈ ആര്യനാട് ബൈ ഇലക്ഷനോടെ ചെയ്യാം, ഇല്ലെങ്കിൽ അടുത്ത ഏപ്രിലിൽ അസംബ്ലി ഇലക്ഷൻ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഞാനപ്പോൾ മനസ്സിലാക്കി എൻ്റെ 15 ദിവസത്തെ അവധിയാണ് ഇതിൻ്റെ തടസ്സമായിട്ട് നിൽക്കുന്നതെങ്കിൽ അത് വേണ്ടത്. അതിൻ്റെ കോൺസിക്വൻസ് പിന്നെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ സർവീസിലും എൻ്റെ ഇത് മുഴുവൻ കിട്ടിയിട്ടില്ല, DC കാര്യം മുഴുവൻ കിട്ടിയിട്ടില്ല. ആ ലീവാണ് ഇപ്പോഴും കിടന്ന് അടിക്കുന്നത്. 15 ദിവസം, ആദ്യം 15 ദിവസം, പിന്നെ 3 ദിവസം. ആ സിനിമ ചെയ്തു തുടങ്ങുമ്പോഴും എനിക്ക് അതിനകത്തൊരു പ്രതീക്ഷയുണ്ട്. കാരണം അതിൻ്റെ പിന്നെ എൻ്റെ ഒരു ഗ്രാഫ് മുഴുവൻ അറിയാവുന്ന ഒരാൾ ഞാനാണ്. ക്യാരക്ടർ ആർക്കുകൾ മുഴുവൻ അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്രാഫ് എനിക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. പിന്നെ അത് ഇപ്പോൾ ഈ ബാക്കി 5 പേരും പറയുന്നത് അതാ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടായ സിനിമയാണ്. അഭിജിക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടോ? അഭിജിക്ക് അഭിപ്രായം ഉണ്ടോ? അഭിജയായിട്ട് അങ്ങനെ പിന്നെ കോണ്ടാക്ട് വളരെ അപൂർവം വല്ലപ്പോഴും വിളിക്കുന്നതല്ലാതെ നല്ല സൗഹൃദമാണ്. സൗഹൃദത്തിനൊന്നും ഒരു കുറവുമില്ല. ഇത് എനിക്ക് വേണ്ടിയിട്ടുണ്ടായതാണെന്നാണ് അവർ പോലും പറയും. അതൊരു എൻട്രി, പിന്നെ പ്ലേസ്മെന്റ് എന്ന് പറയുന്ന കാർബൺ, ഒരു ഹിറ്റ് എന്ന് പറയാവുന്നത്, അല്ലെങ്കിൽ ഒരു ഹൈപ്പുണ്ടാക്കിയ സിനിമ വരത്തൻ. പിന്നെ ഈ പറഞ്ഞാൽ ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുമില്ല. ഈ പറഞ്ഞ വിഷ്ണു പറഞ്ഞാൽ ഒരുപാട് ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല. ഈ ഞാൻ സാധാരണ ഇന്റർവ്യൂ പറയുമ്പോൾ ഞാൻ പതുക്കെ മടക്കുകയാണ് പതിവ്. ഇത് ഈ സുമേഷ് വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം പറയും, സുമേഷേ ഈ നിങ്ങളുടെ ഉള്ള ഒരു സൗഹൃദം എനിക്ക് ഒരിക്കലും നോ എന്ന് പറയാവുന്നതല്ല. അത് എപ്പോൾ വേണമെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ 16-ാം തീയതി വരും ചെയ്തു. ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരു ദിവസത്തെ കളി ചെയ്യുമ്പോഴേ ഇപ്പോൾ അതിനകത്ത് ഈ പ്ലേ വിത്തിൻ ദ പ്ലേ പോലത്തെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. എല്ലാ ആദ്യത്തെ കഥാപാത്രങ്ങൾക്കും ഇരട്ട സ്വഭാവങ്ങളുണ്ട്, ഇരട്ട ജീവിതങ്ങളുണ്ട്. അപ്പം എന്താ അതിൽ ഏറ്റവും അധികം എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്? അതായത് ടുവേർഡ്സ് ദ ക്ലൈമാക്സ് ഏറ്റവും ഐലൻഡ് ആവുക ചെയ്യുന്ന ആ സിനിമ, അതായത് വയലൻസിൽ കൊണ്ട് അവസാനിക്കുന്ന ഒരു സിനിമ, അതായത് ഇടിച്ചു നിർത്തുക ആ പടം. അപ്പൊ അങ്ങനത്തെ ഒരു പടം അത് ആളുകൾ ശ്രദ്ധിക്കപ്പെടുവോ, അത് ആളുകൾ കാണുവോ, ഇത് ഒരു ആർട്ട് ടെംപ്ലേറ്റിന്റെ അപ്പുറത്തേക്ക് ഇത് ചർച്ച ചെയ്യപ്പെടുക, ആ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ആ സമയത്ത്? അങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ല. അങ്ങനെ ഒരു പ്രതീക്ഷ ഒരു സിനിമയ്ക്കും ഉണ്ടാകാം, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഒരു പ്രതീക്ഷ ഇല്ലാതെ ചെയ്ത് ചിലപ്പോൾ പോയി ചെയ്യുന്ന സിനിമയായിരിക്കും ഏറ്റവും തിയേറ്ററിൽ കളക്ട് ചെയ്യുന്നതും ഏറ്റവും നന്നായിട്ട് ഓടുന്നതുമായ സിനിമ. ഇത് തിയേറ്ററിൽ വരുന്നതൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മുടെ സിനിമ അഭിനയം എന്ന് പറയുന്നിടത്ത് നമ്മളെ മാറ്റി നിർത്തപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു നമ്മുടെ സംശയം ഉള്ളിൽ നിന്ന് മുറിച്ച് കളയാനുള്ളൊരു അവസരം കൂടെ ഉണ്ടാവണമല്ലോ. അങ്ങനെ ഒരു അവസരമാണ് ഒഴിവസ് കളി. തുടക്കം മുതലേ ഞാനും സന്നും തമ്മിൽ അങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, അത് വേണ്ട ഇത് വേണ്ട എന്ന് പറയണം. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയും, അത് പറ്റില്ല ഇത് പറ്റില്ല എന്ന് ഞാൻ അങ്ങോട്ട് പറയും. ഈ ഷൂട്ട് തുടങ്ങുന്നതിനൊരു 3-4 ദിവസം മുന്നേ ഞങ്ങൾ തമ്മിൽ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ തോന്നി അതൊരു മദ്യപാനത്തിന്റെ ഒരു ബേസിൽ തുടങ്ങി അതിന്റെ പീക്കിൽ അവസാനിക്കുന്ന ഒരു സിനിമയാണത്. അതുകൊണ്ട് സാധനം അവിടെ വാങ്ങിച്ചു വെച്ചേക്കും, ആവശ്യമുള്ള എടുത്ത് കഴിക്കാം. മദ്യത്തിന് അങ്ങനെ ഒരു നിയന്ത്രണമൊന്നുമില്ല. ഞാൻ ഒരു തുള്ളി പോലും കഴിച്ചിട്ടില്ല. ആ സിനിമ തീരുന്നത് വരെയും ഒരു തുള്ളി പോലും കഴിച്ചിട്ടില്ല. ഞാൻ മദ്യപിക്കുന്ന ആളാണ്, മദ്യപിക്കാത്ത ആളൊന്നുമല്ല അത്. പക്ഷെ അത് അങ്ങനെ ഒരു ആവശ്യമായിട്ട് വന്നിട്ടില്ല. മദ്യം ഞാൻ എൻ്റെ സർവീസിൽ ചേർത്തിട്ടില്ല, എൻ്റെ ഓഫീസിൽ ചേർത്തിട്ടില്ല, ഇടപെടുന്ന എൻ്റെ ഇൻഡസ്ട്രിയിൽ ചേർക്കാറില്ല ഞാൻ. അത് വേറൊരു നമ്മുടെ ലൈഫിൻ്റെ വേറെ ഭാഗമാണ്. ഇത് ഒരുപാട് പേര് എൻ്റെ ചോദിച്ചിട്ടുണ്ട്, മദ്യപിച്ചിട്ടാണോ ചെയ്തത്? ഏയ്, അത് ഞാനീ പറഞ്ഞാണ്. ഈ ഒരു ദിവസം കളി കാർബൺ എന്ന് പറയുന്നിടത്ത് വേടിച്ചാട് തരുന്നൊരു സ്വാതന്ത്ര്യം
വരത്തിലെത്തുമ്പോഴത്തേക്ക് അമൽനീര് തരുന്ന ഒരു സ്വാതന്ത്ര്യം, ഇത് ഈ സ്വാതന്ത്ര്യങ്ങൾക്ക് അപ്പുറം ചെയ്തിട്ടുള്ള സിനിമകൾ അങ്ങനെ കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആഹ് അത് തരുന്ന ആളുകൾ കുറവാണ്. ഈ ഒരു ആക്ടറെ ഒന്ന് അടിച്ചുവിടുന്ന ആളുകൾ വളരെ കുറവാണ്. ഞാൻ കണ്ടിടത്തോളം വളരെ കുറവാണ്. ഈ ഇപ്പോൾ ആക്ടറെ അഴിച്ചുവിടുക എന്നൊക്കെ പറയുമ്പോഴേ ഇതിന്റെ ഒരു അരികുവൽക്കരണം അവരുടെ ഇടയിലും കൂടി വേണമല്ലോ. അവർക്കൊരു ധാരണയും കൂടി ഉണ്ടാവണമല്ലോ. ഇപ്പോൾ നമ്മൾ കാർബൺ എടുക്കുകയാണെങ്കിൽ ഇസ്മു, ഉം. ഇസ്മുവിന് മുഴുവൻ പേര് പോലും നമുക്കറിയില്ല. ഇസ്മു എന്നുള്ളതൊരു മുഴുവൻ പേരാണോ, അല്ലെങ്കിൽ അത് അയാളുടെ ഇരട്ടപ്പേരാണോ, അല്ലെങ്കിൽ അയാള് ബാക്കിയുള്ളവരെ ടെറർ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന പേരാണോ? അങ്ങനെ കുറെ സംശയങ്ങളുണ്ട്. ശരിക്കും അയാൾ പലിശക്കാരൻ മാത്രമാണോ, അല്ലെങ്കിൽ അയാൾ ഇവരെ വേദനിപ്പിക്കാനാണോ അത് ചെയ്തത്, അതോ ഇയാളുടെ ഈ പറഞ്ഞ പോലെ വില്ലനിസം കൂട്ടാനാണോ? എന്നാൽ അയാൾ വില്ലനും അല്ല. അയാൾ ഭയങ്കര വീരശൂര പരാക്രമിയായ വില്ലനല്ല. ഇത്രയും കാര്യങ്ങൾ ഒരു മൂത്രമൊഴിക്കലിലൂടെയും ഒരു 4 ഡയലോഗുകളിലൂടെയും കൺവേ ചെയ്യാണ്. ഒരുപാട് കടമ്പകൾ ഒരുമിച്ച് ചാടിക്കിടക്കുന്ന ഒരവസ്ഥയുണ്ട് ഇസ്മുവില്. ഇസ്മുവിന് തന്നൊരു ഡിസ്ക്രിപ്ഷൻ, അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റി, എന്തായിരുന്നു ആ അനുഭവിച്ച സ്വാതന്ത്ര്യം? അല്ല, അത് പിന്നെ ആദ്യം തന്നെ എൻ്റെ അടുത്ത് പറയുന്നത് നിസ്താർ എങ്ങനെ വേണോ ചെയ്തതെന്നാണോ എൻ്റെ അടുത്ത് പറയുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെ വേണോ ചെയ്തതെന്ന് ചെയ്യുന്നിടത്ത് ഇത് സിനിമയല്ലേ, ഇതിനകത്ത് അതിൻ്റെ ഒരു അച്ചടക്കം ഉണ്ടല്ലോ, ഗ്രാമർ ഉണ്ടല്ലോ, അതിനകത്ത് നിന്നല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ കുഴപ്പമില്ല, ചെയ്തു, ഞങ്ങൾ ഷൂട്ട് ചെയ്തോളാം. ഞാൻ പറഞ്ഞു അത് പറ്റില്ല, ഇതെങ്ങനെ ചെയ്യണമെന്ന് പറയാതെ ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന എൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെയാണ് അത് മൊബൈലിൽ മോനൻ ഷൂട്ട് ചെയ്തിട്ട് അവർ ഷോട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ഷോട്ട് ബൈ ഷോട്ടായിട്ട് ചെയ്ത് ആ ഓരോ ഷോട്ടിനിടയ്ക്കാണ് ബാക്കി വരുന്ന ഇതൊക്കെ കയറി വരുന്നത്. അയാളോട് എങ്ങനെ ഇടപെടണം, എത്രയും മ്ലേച്ഛമായി എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാം. ആ ഒരു ടാപ്പ് പോലും കൊണ്ട് വെക്കുന്നത് ഞാൻ പറഞ്ഞിട്ടാണ്. മൂത്ര വെച്ചിട്ട് ഞാൻ വേണിച്ചിട്ട് അവിടെ ടാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാം അത് വെച്ചിട്ട്. അപ്പോഴൊരു ടാപ്പ് കൊണ്ട് വയ്ക്കുന്നു, അങ്ങനെ കൈയെഴുതുന്നു. ഇതെല്ലാവരും തരത്തില്ല. അവരുടെ ഇതിനകത്ത് നിൽക്കുമ്പോഴത്തേ ഒരു ആക്ടറുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അയാളുടെ ഒരു ക്രിയേറ്റിവിറ്റി, അയാളുടെ ഒരു ഇംപ്രൈസേഷൻ, അതിനുള്ള അവസരം വളരെ കുറവാണ്. കിട്ടുന്നിടത്ത് ഞാനത് ഉപയോഗിക്കാറുണ്ട്. അമൽനീരത്തിന്റെ ഫേവറേറ്റ് ആക്ടറായി, അമൽനീരത്തിന്റെ എല്ലാ പടങ്ങളിലും കാണുന്നു എന്നൊക്കെ അറിയുന്നു. എങ്ങനെയാണ് ആ ഇക്വേഷൻ ക്രാക്ക് ചെയ്തത്? ഞാൻ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് അത് എന്തുകൊണ്ടെന്ന്. ബോഗൻവില്ലിന്റെ ഷൂട്ട് നടക്കുമ്പോഴാണ്. എന്തായിരുന്നു ഇത്ര ഇഷ്ടം? പറയാമോ അത്? അങ്ങനെ ഇത്രേ പറഞ്ഞല്ലോ. എനിക്ക് അങ്ങനെ എന്നെ ഈ ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ അയാൾ എന്നെ കൂടെ വിളിക്കും, എൻ്റെ സൗകര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കും. ഞാനൊരിക്കൽ വരത്തിൻ്റെ ഷൂട്ടിനിടയ്ക്ക് ഷൂട്ടില്ലാത്ത ഒരു ദിവസം സിഗരറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പുറത്തോട്ട് പോയി വണ്ടി എടുത്തിട്ട്. അപ്പം ഇദ്ദേഹം എതിരെ ഓപ്പോസിറ്റ് വരികയാണ്, ജ്യോതിർമയുണ്ട്. കൈ കാണിച്ച് വണ്ടി എടുത്ത് എവിടെ പോകുന്നു? ഞാൻ സിഗരറ്റ് വാങ്ങിക്കാൻ ഇറങ്ങി. റിസോർട്ടിൽ ഇരുന്നാൽ മതി, സിഗരറ്റ് അവിടെ എത്തും, ഏതാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും ഇന്നിപ്പോൾ ഇറങ്ങി, ഇന്നിപ്പോൾ ഇറങ്ങി വാങ്ങിച്ചിട്ട് ഞാൻ പോവാം. പിറ്റേ ദിവസം സെറ്റ് വെച്ച് കാണുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അത് സിഗരറ്റ് വാങ്ങിക്കാനൊന്നും വെളിയിൽ പോകണ്ട, എന്ത് വേണമെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുതരും. ഞാൻ പറഞ്ഞാൽ അതല്ല, ഈ പുറത്തിറങ്ങാന്ന് പറയുന്നിടത്ത് നമ്മൾ സിഗരറ്റ് വാങ്ങിച്ച് ജംഗ്ഷനിൽ പോയി നിന്നൊരു ചായ കുടിച്ചു, അങ്ങനെ ഒരു നമ്മുടെ ഒരു ശീലമുണ്ടല്ലോ, അതുകൂടെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. ചുമ്മാ അതിനകത്ത് റിസോർട്ടിൽ കയറി അടങ്ങിയിരുന്നത്. അത് 3 സെറ്റിലും എൻ്റെ അടുത്ത് അങ്ങനെ ഇടപെട്ടിട്ടുണ്ട്. വിഷുവയുടെ സെറ്റിലും അത്തരത്തിൽ തന്നെ ആയിരുന്നു. എൻ്റെ കാര്യങ്ങൾ പ്രത്യേകം എന്തോ എനിക്ക് എന്തിനാണത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞില്ല. ഞാനത് അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷെ നല്ല സൗഹൃദമുണ്ട്. അത് ബോവൻവില്ലയുടെ സെറ്റ് ഒരിക്കൽ ഞാൻ ചോദിച്ചായിരുന്നു. ഞാൻ പിന്നെ സെറ്റിൽ അല്ല അമൽ സാറേ എന്ന് വിളിക്കുന്നു, എന്നെക്കാളും വളരെ പ്രായം കുറവാണ്. എനിക്ക് വേണമെങ്കിൽ അമൽനീര എന്ന് വിളിക്കാം, അമലിന് വേണമെങ്കിൽ എന്നെ നിസ്താറ എന്ന് വിളിക്കാം, പക്ഷെ എന്നെ നിസ്താർക്കാന്നാണ് വിളിക്കുന്നത്. ഈ സൗഹൃദത്തിൻ്റെ എന്തെങ്കിലും ഒരു കാരണം പറയാനുണ്ടോ? ഇത് തന്നെയാണ് നിസ്താർക്ക് ഇപ്പോൾ പറഞ്ഞു തന്നെയാണ്. അത് അമൽ എന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള, പ്രായ വ്യത്യാസമുള്ള എന്നെ നിസ്താർക്ക് അമൽനീരത എന്ന് വിളിക്കും, അല്ല അമൽ സാറേ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ നിസ്താറ എന്ന് വിളിക്കാതെ നിസ്താർക്കാന്ന് വിളിക്കുന്നു. പിന്നെ നിങ്ങൾ എനിക്ക് സെറ്റിൽ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ല. എങ്ങനെ ചെയ്യണോ, ഏത് ചെയ്യണോ, ഏത് അളവ് ചെയ്യണമെന്ന് ഞാൻ ഇതുവരെ 3 സിനിമയ്ക്ക് അന്ന് പറഞ്ഞു തരേണ്ടി വന്നിട്ടില്ല. പിന്നെ സെറ്റിലിന് പുറത്തും നിങ്ങൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ഞാൻ ഈ ആർട്ടിസ്റ്റുകളുടെയും മറ്റാളുകളുടെയും എല്ലാം നുണ കേൾക്കും, അവിടെ പോയി ഇവിടെ പോയി. നിങ്ങൾ ഷൂട്ടില്ലെങ്കിൽ പുറത്ത് പോകാറില്ല. ഇല്ല, അധികമല്ല, ഇതുപോലെ സിഗരറ്റ് വാങ്ങിക്കാൻ അങ്ങനെ ഇറങ്ങിയത്. അത് തന്നെയാണ് എൻ്റെ കാരണം. നിങ്ങളെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അവർ ആഗ്രഹിക്കുന്ന ഒരു ഡിസിപ്ലിൻ ഒക്കെ തന്നെയാണ്. അതെല്ലാവരും അങ്ങനെ ഏത് ഇൻഡസ്ട്രിയിലും അത് ചെയ്യുന്നു. അതിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഒരാൾ താഴെയുള്ള ആളുകളുടെ എല്ലാം ഈ അച്ചടക്കം അവരെപ്പോഴും ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ അച്ചടക്കം കൊടുക്കാൻ പറ്റിയാൽ മതി എന്നുള്ളതാണ്. എനിക്ക് ആ ഒരു സൈക്കോളജി ഇഷ്ടമായി. അതായത് ഇപ്പോൾ ഇത് പല വലിയ ഡയറക്ടേഴ്സും ചെയ്യുന്നതായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മണിരത്നം 20 ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഐശ്വര്യ റായ്ക്കും
മോഹൻലാലിനും ഉള്ള അതേ സ്യൂട്ട് റൂം തന്നെ പ്രകാശ് രാജിന് വേണമെന്ന് നിർബന്ധം പിടിച്ച് വാശി പിടിച്ചിട്ട് ആ റൂം അവിടെ കൊടുത്തിരുന്നു അത്ര. ആദ്യം അങ്ങനെ ആയിരുന്നില്ല, അദ്ദേഹത്തിന് വേറൊരു ഹോട്ടലിലായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന്. എന്തിനാ അങ്ങനെ കൊടുക്കണമെന്ന് മണിരത്നം നിർബന്ധം പിടിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ഒപ്പം ഈക്വലാണ് പ്രകാശ് രാജ് എന്ന് പ്രകാശ് രാജിന് തോന്നണം. അപ്പൊ അങ്ങനത്തെ ചില മാനസികമായിട്ട് നിങ്ങളുള്ള ഒരുക്കങ്ങളെ അതില് കൂടി ശ്രദ്ധ കൊടുക്കുക എന്ന് പറയുന്നത് കൊണ്ടായിരിക്കും ഒരു പക്ഷെ അദ്ദേഹം ഒരു മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഡീറ്റെയിലിങ്ങുകളുണ്ടല്ലോ, ഇപ്പോൾ വരുത്തപ്പട്ടിക്ക് ചോറ് കൊടുക്കരുത് എന്ന് പറയുന്ന ആ പട്ടിയിൽ എല്ലാം ഉണ്ട്. കുറച്ച് അൺപാർലമെന്ററി ആണെങ്കിൽ പോലും അയാളുടെ ഒട്ടും വിലയില്ലാത്തൊരു മനുഷ്യനായിട്ട്, അയാൾ അത്രയും ഒതുക്കപ്പെട്ട ഒരു മനുഷ്യനായിട്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യനായിട്ട് പറയുന്നത് മൊത്തം ആ 3-4 വാക്കുകളിലുണ്ടല്ലോ. ഈ വരുത്തനിൽ എന്തായിരുന്നു ഡിസ്ക്രിപ്ഷനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എങ്ങനെയാ ഈ മേലാളിത്തം കാണിക്കുക? അപ്പൊ ഫ്യൂഡൽ പരിപാടികളൊന്നും അവിടെ ഇല്ലല്ലോ, ബോഗൻവില്ലയുടെ സാധ്യതകളിൽ അവിടെ ഇല്ലല്ലോ. എങ്ങനെ കാണിക്കണം എന്നാ പറഞ്ഞത്? അതെന്താ മനസ്സിലേക്ക് വന്നത്? നമ്മുടെ ഒരു നിലപാടെന്ന് പറയുന്നത്, നമ്മുടെ നില, ഒരു മനുഷ്യന്റെ നില, അയാൾ എങ്ങനെ നിൽക്കുന്നു എന്ന് കണ്ടാൽ നമുക്കറിയാം അയാൾ ഏത് തരക്കാരനാണ്. ബോഡി ലാംഗ്വേജ്, നമ്മുടെ ഒരു നമ്മുടെ ഒരു ക്യാരക്ടർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരം എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നിടത്താണ് അതെങ്ങനെ പോവാം. ഭരതൻ്റെ അകത്ത് ഞാൻ അത്ഭുതമൊന്നും കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഒരത്ഭുതവും കാണിച്ചിട്ടില്ല. ഇതാണ് ആ ക്യാരക്ടർ. പാപ്പാളി കുര്യൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അയാളുടെ വീട് ഇതാണ്, അയാൾ ഇത്രയും സമ്പന്നനാണ്, ഇത്രയും സൗകര്യങ്ങളുണ്ട്. ഇയാളുടെ പ്രോപ്പർട്ടി ലീസിനെടുത്തിട്ട് കൃഷി ചെയ്യുന്നത് അയാളുടെ വളരെ താഴെയാണ് അത്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, നിവർന്ന് നിൽക്കുക എന്നുള്ളതും നമ്മൾ ഇങ്ങനെ ചൂണ്ടി പറയുന്നതിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാനിപ്പോഴും കരുതുന്നില്ല കേട്ടോ വരത്തനുള്ള ക്യാരക്ടർ അസാധ്യ ക്യാരക്ടറാണെന്ന് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അതിപ്പോൾ ദിവസകളിലും ഇല്ല. കാർബണിൽ പിന്നെയും പറയാം ഞാൻ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നും അല്ലെങ്കിൽ എൻ്റെതായ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ഉണ്ടെന്നും കൂടെ പറയാം. പക്ഷെ മറ്റു സിനിമകളിലൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, ഏറെമ്മിലും ഇല്ല. ശരീരം കൊണ്ട് നിൽക്കുന്ന രീതികളും പറയുന്നതിൻ്റെ ഒക്കെ ഉള്ളൂ. അതല്ലാതെ അങ്ങനെ സിനിമയിൽ ഒരു പെർഫോമർ എന്നുള്ള നിലയിൽ ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും എനിക്ക് വലിയ സംശയം. ഒരു സ്റ്റീരിയോടൈപ്പിംഗ് ഫീൽ ചെയ്യുന്നുണ്ടോ? തൽക്കാലം അങ്ങനെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കൊന്ന് മാറി വന്നതാണ് ഈ മോഹിനിയാട്ടം. ബാക്കി അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് അവരുടെയും കുഴപ്പമല്ല കേട്ടോ, അവര് റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതൊരു ഇൻഡസ്ട്രിയാണ്, അതൊരു പണമിറക്കി പണം പിടിക്കുന്ന ഒരു കച്ചവടമാണ്. അത് അവിടെ ഒരാളിനെ വെച്ച് പരീക്ഷിക്കാനുള്ള ധൈര്യക്കുറവാണ്. അതിനവര് ഞാനൊരിക്കലും കുറ്റം പറയുകയില്ല. പക്ഷെ നമ്മുടെ ആകാരവും ശബ്ദമായിരിക്കും ചിലപ്പോ ഒരു പ്രതിബന്ധമായിട്ട് നിൽക്കണേ. ആയിരിക്കാം. ഇപ്പൊ തിയേറ്ററിൽ ആകാരത്തിനും ശബ്ദത്തിനും ഞാൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം പിന്നെ ഈ ജിബ്രാൻ ഖലീൽ ജിബ്രാന്റെ ദി ബ്ലൈൻഡ് എന്ന് പറഞ്ഞ് പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ശബ്ദമേ ഇല്ല. കിങ്ഡൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ വളരെ അടക്കത്തിൽ സംസാരിക്കുന്ന, ഒച്ചപ്പാടേ ഇല്ല, വലിയ ബിഹേവിങ്സ് ഒന്നും വലിയ ബഹളങ്ങളില്ലാതെ വെറുതെ നഖം കടിച്ചുകൊണ്ട് നിൽക്കുന്ന ജാരനാണ് അയാളത്. അപ്പോൾ ഈ സൊസൈറ്റിയിൽ ഏറ്റവും പതുങ്ങിപ്പോയി കാര്യങ്ങൾ സാധിച്ചു പോകുന്ന ഒരാളാണ്. അപ്പോൾ അതങ്ങനെ അയാൾക്ക് പറ്റും. അത് അല്ലാതെ ബഹളം വയ്ക്കുന്ന നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു ആക്ടർ എന്നുള്ളതിൽ തിയേറ്ററിൽ എനിക്ക് രണ്ടും പറ്റിയിട്ടുണ്ട്. ബഹളം വയ്ക്കുന്ന ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്, കിങ്ഡൻ പോലെയുള്ള ഒട്ടും ബഹളങ്ങളില്ലാത്ത ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ സിനിമയ്ക്ക് അങ്ങനെ വരണം, ഇനി വരുമായിരിക്കും, അങ്ങനെ ആഗ്രഹിക്കും, വരട്ടെ. ശ്രീ മമ്മൂട്ടിയായിട്ട് ഒരു അരഡസനിലധികം സിനിമ, 2 സിനിമ ചെയ്തിട്ടുണ്ട് ഞാൻ അതുമായിട്ട്. ഗ്രേറ്റ് ഫാദറും ഭീഷ്മറും. പക്ഷെ കുറെ ഉള്ള പോലെ എഫക്റ്റ് ഉണ്ട് കേട്ടോ, അത് എനിക്ക് തോന്നുന്നു. ആളുകൾ പറയാറില്ലേ? അല്ല, അത് ഈ ഭീഷ്മ ശരിക്കും ഹിറ്റായതുകൊണ്ടും പിന്നെ മമ്മൂട്ടിയുടെ ഒപ്പം അഭിനയിച്ചതിന്റെയും അതും അദ്ദേഹത്തിന് ജ്യേഷ്ഠനായിട്ട് അഭിനയിച്ചതിന്റെയും ആരാധക വൃത്തത്തിന്റെ ഒരു ഞാൻ കുറച്ച് കെറ്റി പറഞ്ഞതാണ്. 2 സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് തിയേറ്റർ ആർട്ടിസ്റ്റുകളോടുള്ളൊരു ബഹുമാനം, അല്ലെങ്കിൽ അവരുടെ ലോകം അറിയാൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ത്വര, അത് പലവരും പ്രകടിപ്പിച്ചിട്ടുണ്ട്. പൗളി വിൽസണൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും നമുക്ക് വന്ന് ചോദിക്കും പണ്ട് തിയേറ്ററിലുണ്ടായിരുന്ന ആളല്ലേ, ഇവർ ചെയ്തോളും. നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് അങ്ങനത്തെ കലാകാരന്മാരിൽ. തിയേറ്ററിനെ പറ്റി സംസാരങ്ങൾ ഉണ്ടായിരുന്നോ? സംസാരമേ ഉണ്ടായിട്ടില്ല. അത് എന്തുകൊണ്ടെന്ന് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഞാൻ എൻ്റെ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഒരു സദസ്സില് ഒരു അറിയാതെ ഒരു ചീത്ത വാക്ക് വായിന്ന് വീണുപോയാൽ വലിയ പ്രശ്നമാണ്. ഞാൻ ഒരു സാന്ദർഭികമായിട്ടൊരു കഥയും കൂടെ പറഞ്ഞുതരാം. എൻജിനീയേഴ്സ് മീറ്റ് നടക്കുമല്ലോ, കമ്പനികളാണ് അത് ഇപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻവിറ്റേഷൻ്റെ അടിയിൽ ഹാർഡ് ടീ എന്ന് പറഞ്ഞൊരു
പറയാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രയോഗം കാണാം. അത് ഹാർഡ് ഹിറ്റ് ആയിരിക്കുകയും ചെയ്യുന്നത്. ഞാനവിടെ പോവും, വെൽക്കം ഡ്രിങ്ക് കഴിക്കും, കുറച്ചു നേരം നിന്നിങ്ങനെ പതുക്കെ ഞാനങ്ങ് വലിയും. അങ്ങനെ വലിഞ്ഞ ഒരു സന്ദർഭത്തിൽ ഞാൻ കഴിക്കാൻ കയറിയ ബാറിൽ എൻ്റെ സൂപ്പറിന് കഴിഞ്ഞ ഡ്രൈവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ നിൽക്കുന്നതിൻ്റെ ആദ്യം ഇള ഇറങ്ങി ഓടാൻ പോയി. അവന് വേണ്ട ഇങ്ങ് വന്നു, കഴിക്കാവുന്നതല്ലേ കഴിച്ചത്, ബില്ല് കൊടുക്കണമെങ്കിൽ കൊടുത്തേക്കാണ്. അയാൾ കഴിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു ഘട്ടം കഴിയുമ്പോൾ സാറ് വലിഞ്ഞളെ, എന്ത് കാരണം? ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, അത് നമ്മൾ അവിടെ നിന്ന് 2 എണ്ണം അടിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഓളത്തിലങ്ങ് പോകും. ഓളത്തിലങ്ങ് പോകുമ്പോഴത്തേക്ക് പിന്നെ ഈ വലിപ്പ ചെറുപ്പം ചിലപ്പോൾ അങ്ങ് മറക്കും. അറിയാതെ നമ്മൾ ചിലപ്പോൾ തോളി തട്ടുകയും അല്ലെങ്കിൽ ഈ വിടുവായത്തിനും പറയുകയും ചെയ്യും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, അങ്ങനെ സംഭവിച്ചിട്ടുള്ള ആളുകൾ ഏറെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനായിട്ട് പോയി അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കി ഞാൻ ഏറെ കയറാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ഒരു ഘട്ടം കഴിഞ്ഞുള്ള ഇടപെടലുകളിൽ ഞാൻ നിൽക്കാറില്ല. ഞാൻ പതുക്കെ അങ്ങ് പോകും. ഞാൻ അത് തന്നെയാണ് പിന്നെ ഇവിടെയും ഒരു 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 സർക്കിളിൻ്റെ അകത്തേക്ക് ഞാൻ കയറാറില്ല. ആരുടെ കാര്യത്തിലും ഞാനത് കയറാറില്ല. അദ്ദേഹത്തിന് മാത്രമല്ല, ഇപ്പം വർക്ക് ചെയ്തിട്ടുള്ള ബാക്കി ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിലും ആ ഒരു അതിനപ്പുറം കടക്കാറേയില്ല ഞാൻ. ബാക്കി കുശലം പറയും, തമാശ പറയും, കാര്യങ്ങൾ പറയുന്നുള്ളതല്ലാതെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അദ്ദേഹമായിട്ടും ഇല്ല, വേറെ ആർട്ടിസ്റ്റുകളുമായിട്ടും ഇല്ല. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവർ മനസ്സിൽ വെക്കാനോ അല്ലെങ്കിൽ ഓർത്തിട്ട് പിന്നെ കാണുമ്പോഴത്തേക്ക്, അന്ന് 8ാം ക്ലാസ്സിലെന്നല്ലേ പറഞ്ഞ മോൻ, 2 അല്ലേ, ഇപ്പോൾ 10ാം ക്ലാസ്സിലായി കാണൂലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അവരൊരിക്കലും ഓർത്ത് വെക്കുകയില്ല. അത് എന്തുകൊണ്ട് ഓർത്ത് വയ്ക്കുക? അത് എൻ്റെ ഒരു അനുഭവമാണ്. അതൊരു കോൺട്രാക്ടർ ഞാനുമായിട്ടൊരു വളരെ വഴക്കുണ്ടാക്കിയിട്ടുള്ള, ഞാൻ ചില കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലാത്ത ഒരു ലീഡിങ് കോൺട്രാക്ടർ, ഞാൻ എപ്പോഴും എന്നെ കാണുമ്പോൾ ചോദിക്കും, സാറേ മക്കളെ ഏത് ക്ലാസ്സിൽ? ഒരു പ്രാവശ്യം മറുപടി പറഞ്ഞു, 2 പ്രാവശ്യം മറുപടി പറഞ്ഞു, 3 പ്രാവശ്യം മറുപടി പറഞ്ഞു, 4ാമത്തെ പ്രാവശ്യം ആയപ്പോൾ ഞാൻ ഇയാൾക്ക് ഒട്ടും ആത്മാർത്ഥതയില്ല, അത് ഇയാൾ എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. അല്ലാതെ ഇയാൾക്ക് എൻ്റെ കുടുംബത്തിലോ എൻ്റെ മക്കളുടെ കാര്യത്തിലോ ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല. അതുകൊണ്ട് മേലാൽ ആ ചോദ്യങ്ങൾ ചോദിക്കേണ്ട, നമുക്ക് വെറുതെ കുശലം പറയാം, സൗഹൃദം പങ്കിടാം, അങ്ങ് പോവാം. ഇത് ഒട്ടും ആത്മാർത്ഥത ഇല്ലാത്തതാണ്. അപ്പം അത്തരം ചില കാര്യങ്ങളിൽ നമ്മൾ എന്തിനും ഇഷ്ടം ചിരി ഇതാണ് സത്യം. ജീവിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് സിനിമ പോലെ നയതന്ത്രവും വഴുവഴുപ്പൻ രീതികളും ആവശ്യമുള്ള ഒരു ഏരിയ ഉണ്ട് അവിടെ. അതാണ് അറിയാം, എനിക്കറിയാം. അതാ ആ ഒരു ഏരിയ ഉണ്ട്. നമുക്ക് അതിൽ തുടങ്ങുകയാണെങ്കിൽ ആ ഏരിയയിൽ നമ്മൾ എന്തെങ്കിലും ചീത്ത കാര്യങ്ങൾ ചെയ്താലല്ലേ പ്രശ്നമുള്ളൂ. നമ്മൾ ആ ഏരിയയിലോട്ട് കയറാതിരുന്ന നമ്മൾ ആ ഒരു ചീത്ത കാര്യം ചെയ്യുന്നില്ലല്ലോ. നമുക്ക് ചീത്ത കാര്യം ചെയ്യാൻ അതിന് പുറത്ത് ഒരുപാട് സ്ഥലങ്ങളില്ലേ. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കുമല്ലോ ഈ ഒരു അതിഭയങ്കരമായ ഒഴുക്ക് സിനിമകളിൽ ഇല്ലാത്തത്. ആയിരിക്കണം. പൂജകൾക്കൊന്നും പോവാറില്ല എന്ന്. പൂജ ഒരു മോശം കാര്യമായതുകൊണ്ടല്ല. അത് പൂജയ്ക്ക് വരുന്നത് തന്നെ പ്രകടമാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ശരീരം ഇവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പ്രൊമോഷന് വിളിച്ചാൽ പോകുന്നുള്ളതല്ല. ആരും വിളിച്ചിട്ടില്ല, എൻ്റെ സ്വഭാവം അറിയാവുന്നതായിരിക്കും. വിളിച്ചിട്ടില്ല, പോയിട്ടുമില്ല. അതിന് വിളിച്ചാൽ പോവുകയും ചെയ്യും. ഞാൻ ARMനെ പ്രിവ്യൂവിന് വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഷൂട്ട് കഴിഞ്ഞ് ഡബ്ബിങ് കഴിഞ്ഞിട്ട് അവരെന്നെ പ്രിവ്യൂവിന് വിളിച്ചില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വീട്ടിൽ ചോദിച്ചു, ഇങ്ങനെ ഒരു സിനിമ ചെയ്തിട്ട് ഇയാളെ പ്രിവ്യൂവിന് വിളിക്കുന്നില്ലല്ലോ. അവർക്ക് വേണമെങ്കിൽ അവർ വിളിക്കും. അവർക്ക് വേണ്ടത് നമ്മുടെ ശരീരമാണ്. അത് അവർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ആവശ്യം കഴിഞ്ഞാൽ അവരുടെ അടുത്ത് മാറ്റി വയ്ക്കും. പിന്നെ വേണ്ടത് അങ്ങനെ പിന്നെ ഇളകി നിൽക്കുന്ന ശരീരങ്ങളെയാണ് വിറ്റെടുക്കാൻ പറ്റാവുന്ന. എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരു സ്ഥലത്ത് പ്രൊമോഷന് പോയിട്ട് അട്ടഹസിക്കുകയും ചിരിക്കുകയും ഹഗ്ഗിയൊക്കെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. പറ്റുമായിരിക്കും, ചിലപ്പോൾ ഞാനും അതിൻ്റെ കൂട്ടത്തിൽ ഭാഗത്തിലായിപ്പോയി ചെയ്യുമായിരിക്കും. ഇപ്പോഴും ഒരു പരിധിക്കപ്പുറമുള്ള സൗഹൃദം പങ്കിടലുകൾ ഈ ഹഗ്ഗിങ് എൻ്റെ ഇതിൽ കയറി വന്നിട്ടേ ഇല്ല. ഹഗ്ഗിങ് വളരെ കുറച്ച് കാലമല്ലേ, 10 വർഷത്തിന് ഇപ്പുറേ ആയിട്ടുള്ളൂ. അതിനൊരു 20 വർഷത്തിന് മുന്നേ ഷേക്ക് ഹാൻഡ് പോലും ഇല്ല. നമസ്കാരം പറയുക, സലാം പറയുക ഒക്കെ ഉള്ളൂ. അപ്പം ഒരു 30 വർഷത്തിനിപ്പുറം അല്ലെങ്കിൽ 40 വർഷത്തിനിപ്പുറം ഷേക്ക് ഹാൻഡ് കയറി വന്ന്, 10 കൊല്ലത്തിനിപ്പുറം ഹഗ്ഗിങ് കയറി വന്ന്, ഇനി ഒരു 10 കൊല്ലം കൂടെ കഴിഞ്ഞാൽ അതും ആയിരിക്കില്ല, അതിനപ്പുറം എന്തെങ്കിലും ആയിരിക്കും. അത് ഞാൻ അതിനകത്ത് അങ്ങനെ നിന്ന് കൊടുക്കാറില്ല. അത് കുറവാണോ എന്ന് ചോദിച്ചാൽ അതും എനിക്ക് അറിഞ്ഞൂടാ. അത് അങ്ങനെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ വേണ്ടി വന്നാൽ ഞാൻ ചെയ്യും. അതും ചെയ്യാൻ തയ്യാറായിരിക്കണമല്ലോ ഒരു ആക്ടർ എപ്പോഴും. ഭാര്യയുടെ കേൾവിക്കകത്ത് നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 2ാം ഭാര്യയാണ് നീ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 1ാം ഭാര്യ ആണ്. ചില ആഗ്രഹങ്ങളൊക്കെ നടക്കാതെ പോകത്തില്ല. അതിൻ്റെ കൂടുതൽ ഇതിനെ ഞാനങ്ങനെ മാറ്റി വെച്ചു. ബോധം ഉദിച്ചു വന്നതിന് ശേഷം ഞാൻ പള്ളിയിൽ പോകാറില്ല. അതിൽ കുറവായിട്ട് കാണുന്ന ആളുകളുണ്ടാകാം.
your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.